ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെയെല്ലാം പറമ്പിലും ചുറ്റുപാടും നാം ചിരപരിചിതമായി കാണുന്ന കുമ്പളം എന്ന സസ്യത്തെപ്പറ്റിയും അതിൻ്റെ ഔഷധ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് നാം ഇന്നിവിടെ വിവരിക്കുന്നത്. ലതാഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കുമ്പളം ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. കുക്കുർബിറ്റേസി സസ്യകുടുംബാംഗമായ കുമ്പളത്തിൻ്റെ ശാസ്ത്രനാമം ബെനിൻ കാസഗിസ്പിഡ കൊഗിൻ എന്നാണ്. കൂസ്മാണ്ഡം, പീതപുഷ്പം, ബൃഹത് ഫലം, ഗോൾക്കണ്ടു, ആഷ്ഗോഡ്, കല്യാൺ പൂഷിണി ഇവയാണ് കുമ്പളത്തിൻ്റെ ഇതര ഭാഷാ നാമങ്ങൾ. നിലത്തു പടരുകയോ താങ്ങുകളിൽ ചുറ്റി മുകളിലേക്ക് കയറുകയോ ചെയ്യുന്ന ഈ മൃദുസസ്യത്തിൻ്റെ ഫലത്തിൽ 96% ജലം, 0.4% പ്രോട്ടീൻ, 0.1% കൊഴുപ്പ് ഇവ അടങ്ങിയിരിക്കുന്നു. ആയുർവേദ ഔഷധ ചികിത്സയിൽ പകുതി വിളഞ്ഞ കുമ്പളങ്ങ വാതം, പിത്തം, രക്തദോഷം തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങളെ ശമിപ്പിക്കുകയും ബലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അധികം വിളഞ്ഞ ഫലമാകട്ടെ ത്രിദോഷങ്ങൾക്കും ഫലപ്രദമാണ്. ശ്വാസകോശ രോഗങ്ങൾ ശമിപ്പിക്കുവാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും മൂത്രാശയ രോഗങ്ങൾക്കും അതീവ ഫലപ്രദമാണ് കുമ്പളങ്ങ. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായും കൂസ്മാണ്ഡ രസായനം, കൂസ്മാണ്ഡഘൃതം, കൂസ്മാണ്ഡക്ഷാരം എന്നീ രൂപങ്ങളിൽ നാം ഇതിനെ ഔഷധമായി ഉപയോഗിക്കുന്നത്. പ്രമേഹ ചികിത്സയിലും കുമ്പളങ്ങ നീരിൻ്റെ പ്രാധാന്യം അത്ഭുതകരമാണ്. പ്രമേഹ ചികിത്സയിൽ 25 മില്ലി മുതൽ 50 മില്ലി വരെ കുമ്പളങ്ങ നീര് ദിവസവും 2 നേരം സേവിക്കുകയും അതോടൊപ്പം ശരിയായ ആഹാരക്രമീകരണവും ശീലിച്ചാൽ പ്രമേഹ രോഗം ശമനകരമാണ്. കൂടാതെ മൂത്രതടസ്സം, ക്ഷയ ആരംഭം, കൃമി എന്നിവയ്ക്കും കുമ്പളങ്ങയുടെ നീര് അത്ഭുതകരമാണ്. ചുരുക്കത്തിൽ പ്രകൃതി ചികിത്സയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഔഷധ ഫലമായാണ് കുമ്പളങ്ങ കണക്കാക്കപ്പെടുന്നത്. ഇതിനെ കറി വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയായി മാത്രമേ കാണാറുള്ളൂ എന്നതാണ് ശരി. ശരീരത്തിലെ ദോഷകരമായ അമ്ലാധിക്യം അഥവാ അസിഡിറ്റി കുറയ്ക്കുവാൻ സഹായിക്കുന്ന ക്ഷാരഗുണമുള്ള കുമ്പളങ്ങ നീര് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഭാഗമാകട്ടെ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. വീണ്ടും ഇതുപോലെയുള്ള മറ്റൊരു പുതിയ വിഷയവുമായി ഒന്നിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.